നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. रेखा गुप्ता ईश्वर की शपथ लेती हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी. രാജ്യ തലസ്ഥാനം ഇനി രേഖ ഗുപ്ത നയിക്കും. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പർവേഷ് വർമ്മയടക്കം 5 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിന് സാക്ഷിയായി പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. ആഘോഷമാക്കി BJP പ്രവർത്തകർ. UGC വിരുദ്ധ കൺവെൻഷനിൽ ഗവർണർക്കു പിന്നാലെ അതൃപ്തിയുമായി VC-മാർ. കേരള, കണ്ണൂർ ആരോഗ്യ സർവകലാശാല VC-മാർ പരിപാടിയിൽ പങ്കെടുത്തില്ല. UGC ചട്ടഭേദഗതിക്കെതിരായ BJP ഇതര സംസ്ഥാന സർക്കാരുകളുടെ യോഗം തലസ്ഥാനത്ത്. PSC അംഗങ്ങൾക്ക് പിന്നാലെ KV തോമസിനും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സർക്കാർ. യാത്രാ ഭത്ത 5 ലക്ഷത്തിൽ നിന്നും 11.5 ലക്ഷമാക്കി ഉയർത്തും. പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന് ശുപാർശ നൽകി. സർക്കാർ അഭിഭാഷകരുടെ ശമ്പളവും കുത്തനെ കൂട്ടി സർക്കാർ. പാലക്കാട് ബ്രൂവറി സ്ഥാപിക്കാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് BJP. മദ്യ പ്ലാന്റിനെതിരെ പ്രശാന്ത് ശിവൻ നയിക്കുന്ന സമര പ്രചാരണ യാത്ര ഉദ്ഘാടനം ചെയ്ത് K. സുരേന്ദ്രൻ. അയാസിസ് കമ്പനിയെ ഓടിക്കും വരെ സമരം തുടരുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ. സർക്കാരിനെതിരെ സമരം കടുപ്പിച്ച ആശാവർക്കർമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹാസംഗമം. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പോരാട്ടം തുടരുമെന്ന് ആശാവർക്കർമാർ. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുതിയ മന്ദിരമൊരുങ്ങി. 230 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ഡോക്ടർ ജിതേന്ദ്ര സിംഗും. കോടനാട് ചികിത്സയിലുള്ള കൊമ്പന്റെ ആരോഗ്യനിലയിൽ ആശങ്ക. ആനയുടെ ശ്വാസോച്ഛ്വാസം മസ്തകത്തിലെ മുറിവിലൂടെ 2 മാസത്തെ ചികിത്സ വേണ്ടിവരുമെന്നും വെറ്ററിനറി ഡോക്ടർമാർ. പത്തനംതിട്ട കോന്നിയിൽ ഭീതി വിതച്ച് പുലി. വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് ഇന്ന് ആദ്യ മത്സരം. എതിരാളികൾ ബംഗ്ലാദേശ്. മത്സരം ഉച്ചയ്ക്ക് 2:30. ഡൽഹി ഇനി രേഖ ഗുപ്ത നയിക്കും. ഡൽഹിയുടെ 4ാമത് വനിതാ മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്തു. 6 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, BJP അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. രാംലീല മൈതാനിയിൽ ജനപ്രവാഹമായിരുന്നു. കാവിക്കൊടികളുമേന്തി വൻ കരഘോഷത്തോടെയാണ് പ്രവർത്തകർ ചടങ്ങിലേക്ക് എത്തിയത്. വിവരങ്ങളുമായി നന്ദഗോപനും ഗൗതം അനന്തനാരായണനും ചേരുന്നു. ആദ്യം ഗൗതമിലേക്ക്. ഗൗതം, ഡൽഹി ഇനിയൊരു പുതിയ രാഷ്ട്രീയ ചരിത്രത്തിന് തുടക്കം കുറിക്കുകയാണ്. രേഖ ഗുപ്ത മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. വിവരങ്ങൾ. അല്പസമയം മുമ്പ് സാക്ഷിയായത് ഒരു പുതിയ ഡൽഹിക്കുള്ള തുടക്കം കുറിക്കലാണ് ഇന്നിപ്പോൾ ഈ രാംലീല മൈതാനിയിൽ നടന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം ഡൽഹിയുടെ മുഖ്യമന്ത്രി
രേഖാ ഗുപ്തയുമൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത ആ ചരിത്ര പ്രാധാന്യമുള്ള ആ വേദിയിലേക്ക് ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ കയറി പടമെടുക്കുകയും ഒപ്പം അവിടെ നിന്നുകൊണ്ട് അവർ ആ സന്തോഷം പങ്കുവെക്കുകയും ഒക്കെയാണ്. എന്തായാലും ചരിത്രപരമായ ഒരു സംഭവത്തിന് രാജ്യതലസ്ഥാനം സാക്ഷിയായിരിക്കുന്നു. ഒരു പുതിയ തുടക്കത്തിന് ഡൽഹിയിൽ ഈ രാംലീല മൈതാനിയിലൂടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആ 7 പേരാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രി രേഖാ ഗുപ്തയെ കൂടാതെ 6 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാംലീല മൈതാനം കവിഞ്ഞൊഴുകുന്ന രീതിയിലുള്ള ജനക്കൂട്ടം ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സാധാരണക്കാരായ BJPയുടെ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ഭേദമന്യുള്ള ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ രാംലീല മൈതാനിയിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. അവരെ സാക്ഷ്യം നിർത്തിയുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇവിടെ പൂർത്തിയാകുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ആളുകൾ തിരിച്ച് പോകുകയാണ്. അതായത് ഈ ചടങ്ങ് പൂർത്തീകരിച്ച് ഇപ്പോൾ തിരിച്ച് ആളുകൾ മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇനിയും വകുപ്പ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും നടപ്പാക്കേണ്ടതുണ്ട്. നിലവിൽ 7 പേരുടെ സത്യപ്രതിജ്ഞ നടന്നിരിക്കുന്നു. ഇനിയും ഡൽഹി സെക്രട്ടേറിയറ്റിലെത്തിയാണ് ഓഫീസിൻ്റെ ചുമതലയിലേക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കയറുന്നത്. ഇന്നലെ വൈകുന്നേരം പന്ത്മാർഗിൽ BJP ആസ്ഥാനത്ത് നടന്ന നിയമസഭാ കക്ഷി യോഗം, 48 MLA-മാരുടെ യോഗം. ആ യോഗത്തിൽ രേഖാ ഗുപ്തയാണ് കക്ഷി നേതാവ് എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശം BJPയുടെ ദേശീയ നേതൃത്വം മുന്നോട്ട് വെച്ചിരുന്നു. 2 നിരീക്ഷകർ രവിശങ്കർ പ്രസാദും OP ധൻഖറുമാണ് ആ യോഗത്തിനായി എത്തിയത്. അതിനുശേഷം പിന്നീട് MLA-മാർ അത് അംഗീകരിച്ചുകൊണ്ട് കൈ ഉയർത്തുകയും അതിനുശേഷം നിയമസഭാ കക്ഷി നേതാവായി രേഖാ ഗുപ്തയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. പിന്നീട് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞയും പൂർത്തിയായിരിക്കുന്നു. കഴിഞ്ഞ 8-ാം തീയതിയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നത്. 70-അംഗ ഡൽഹി നിയമസഭയിൽ 48 സീറ്റുകൾ നേടിയുള്ള ചരിത്ര വിജയം BJP കുറിച്ചിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ സ്ഥാനാരോഹണ ചടങ്ങും പൂർത്തിയാകുന്നു. ഇനിയും സ്വാഭാവികമായും രാജ്യത്തെ ജനങ്ങൾ, അല്ലെങ്കിൽ ഡൽഹിയിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഉയർച്ച സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുക എന്നുള്ളതാണ്. അതിനുവേണ്ടി തന്നെയാണ് തീർച്ചയായും അനുഭവം ാവിനെ തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് BJP അയച്ചിരിക്കുന്നത്. രാജ്യതലസ്ഥാനത്ത് ജനങ്ങളെ സംബന്ധിച്ച് 27 വർഷത്തെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ BJPക്ക് വീണ്ടും ഭരണത്തിനുള്ള അവസരം ഡൽഹിയിലെ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും അവർക്ക് ഈ ജനങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് തീർച്ചയായും ഉയരേണ്ടത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അതിനാൽ തന്നെ വലിയ പ്രഖ്യാപനങ്ങളും വലിയ പദ്ധതികളും ഡൽഹിയുടെ മുഖച്ഛായ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഡൽഹിയിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. രോഹിണി, ഗൗതം, ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിലേക്കാണ് നീങ്ങുന്നത്. അതുമാത്രമല്ല, നമുക്കറിയാം BJPയുടെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഓരോ നയവുമാണ് വലിയ ഒരു വിജയത്തിലേക്ക് BJPയെ കൊണ്ടുചെന്ന് എത്തിച്ചത്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി എന്ന അഴിമതി കൂടാരത്തിനെ കൃത്യമായി തന്നെ തിരിച്ചറിയാൻ സാധാരണക്കാർക്ക് സാധിക്കുകയും ചെയ്തു. രേഖാ ഗുപ്ത മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുമ്പോൾ അധികായരായ വളരെ സുപ്രധാനമായ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള മറ്റ് നേതാക്കളാണ് ഭരണചക്രം തിരിക്കാൻ കൂടെ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം ഇപ്പോൾ മന്ത്രിമാരായി ചുമതലയേറ്റ 6 പേരും അത്തരത്തിലുള്ളതാണ്. അതുകൊണ്ട് ഒരു ഭരണചക്രം തിരിക്കാൻ BJP സാരഥ്യം നൽകുന്നത് അത്തരത്തിലുള്ളൊരു വലിയ വൃന്ദത്തെ തന്നെയല്ലേ? അതുതന്നെ, അതായത് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ തീർച്ചയായും ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ്. मैं शाहदरा विधानसभा संजय रोल जी हमारे विधायक हैं, मैं वहाँ से हूँ जी। कितना संतुष्ट? मेरा नाम सोनू राघव बोल रहा हूँ, मैं शाहदरा विधानसभा से, ओल्ड सुमप्री D229 मतदान नंबर। जी हमें तो इतनी खुशी है कि हमें तो ऐसा लग रहा है कि देश से प्रधानमंत्री दोबारा प्रधानमंत्री बन चुके हैं। और जो तेजी वाले झूठे वादे कर रहे थे, उस झूठे वादे करने का जनता ने उसे सबक सिखा दिया है। जो उससे काम था वो उसने काम नहीं रहा, झूठ पर झूठ बोलता रहा। लेकिन जो BJP बोलती है वो टलती है। उसने पंजाब में बोला था 1000 रुपये महीना दूंगा, जो आदमी 1000 रुपये महीना नहीं दे सकता तो 2100 रुपये दे रहा महिला को, और महिला को उसने खूब झूठ बोला। आज दिल्ली की जनता ने उसे सबक सिखा दिया है। दिल्ली की जनता को एक विष बेल से मुक्ति मिली है। झूठ, फरेब और लोगों को बेवकूफ़ समझकर बेवकूफ़ बनाना, यही अन्ना हजारे ने जो कहा था उसका जो
जिस परिप्रेक्ष्य में उन्होंने कहा था, उन्होंने इससे पूछा था कि आप राजनीति में जा रहे हैं लेकिन उसको शुद्ध कैसे करेंगे, लेकिन इनने अन्ना हजारे को अभी बेवकूफ़ बनाने का प्रयास किया और उसका आज ये 11 साल के बाद में दिल्ली को मुक्ति मिली है। ना यमुना इसके समय में साफ हुई, ना प्रदूषण से मुक्ति मिली, ना जाम से मुक्ति मिली, ना किसी प्रकार से जो आदमी दिल्ली में रहने लायक था उसको मुक्ति मिली। आज दिल्ली गंदगी से व्याप्त, सारी दुनिया में सर्वश्रेष्ठ अगर दिल्ली गंदगी में है तो उसका इनाम इसको मिलना चाहिए था और लोगों ने ये बात समझी और उसको जो है आगे के लिए रास्ता बता दिया कि झूठ और फरेब ज़्यादा दिन नहीं चल सकता। आपका विचार क्या है भाई? सर हमारा विज़न ये है कि अब एजुकेशन पे काम होना चाहिए, जो सबसे मोस्ट इम्पोर्टेंट है इस समय। ये नीट के बच्चे इतने सारे आत्महत्या कर रहे हैं, बेचारे पढ़ रहे हैं, रात रात दिन पढ़ रहे हैं, 50 लाख लोग भर रहे हैं पेपर और सीटें आपके पास 1 लाख पड़ी है, वो सीटें बढ़नी चाहिए। आपकी IIT के अंदर सीटें बढ़नी चाहिए, जॉब्स के अंदर सीटें बढ़नी चाहिए और महिलाओं के लिए अलग से गवर्नमेंट जॉब में आरक्षण होना बहुत ज़्यादा ज़रूरी है ताकि उनका दोनों का समांतर साथ बना रहे। तो ये सब बहुत ज़्यादा एजुकेशन के लिए तो सबसे पहले काम करना ही चाहिए मोदी साहब को। और ये एजुकेशन इतनी मस्ट है कि एजुकेशन के बिना कुछ भी नहीं है। आप आज की देख लीजिए IIT वाला बाबा वहाँ फेमस हुआ तो क्यों हुआ? बिकॉज ऑफ एजुकेशन। अगर एजुकेशन नहीं है इंडिया के अंदर तो कुछ नहीं है। हमें सारी चीज़ें भूल भाल के इस समय सबसे पहला काम एजुकेशन पे करना चाहिए। अगर एजुकेशन पे अगर कोई भी काम सरकार काम नहीं कर पाती, चाहे वो बीजेपी हो, चाहे वो आम आदमी पार्टी हो, चाहे वो कांग्रेस पार्टी हो, तो वो किसी मतलब की पार्टी नहीं है। हमारा मकसद राम हमारे हैं, राम हमारे थे, राम हमारे रहेंगे। वो हमारे दिल से हैं, हमारे दिल में रहेंगे। लेकिन सबसे पहले एजुकेशन मस्ट है, हर बंदे के लिए एजुकेशन बहुत मस्ट है, वो जरूरी है, करवाएं उसके लिए काम। सर मेरा नाम महेश राज है। मैं काफ़ी दिन से मोदी जी से मिलना चाहता हूँ। आई एम इन अ डिप्रेशन, तब भी मैं यहाँ पर आया ताकि सर से मैं मिल सकूँ। प्लस सर आप देखो बात कर रहे हैं आप। രാജ്യ തലസ്ഥാനത്ത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരക്ക് ഈ രാംലീല മൈതാനിയിൽ രൂപപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നമ്മൾ പ്രതികരിച്ചത്. രോഹിണി, എന്തായാലും ഒപ്പം പ്രവർത്തകരും ഇപ്പോൾ രാംലീല മൈതാനിയിൽ നിന്നും മടങ്ങി. ഇനിയും ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ 7 പേർ സത്യപ്രതിജ്ഞ ചെയ്തു, മുഖ്യമന്ത്രി ഉൾപ്പെടെ. ബാക്കി 6 പേർ ഏതൊക്കെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം. ഒപ്പം സീനിയർ നേതാവായിട്ടുള്ള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ്, ഒപ്പം BJPക്ക് 2015 വലിയ തിരിച്ചടി ഏൽക്കുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹം രോഹിണി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതാണ്. വിജേന്ദ്ര ഗുപ്ത സ്പീക്കറായി ഈ നിയമസഭയിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയായി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും രാംലീല മൈതാനിയിൽ ഇപ്പോൾ ചടങ്ങുകൾ പൂർത്തിയായി എല്ലാവരും മടങ്ങുകയാണ്. രോഹിണി. ശരി ഗൗതം. ഡൽഹി ഇനി രേഖാ ഗുപ്ത നയിക്കും. ഡൽഹിയുടെ 4ാമത് വനിതാ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്തു. 6 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, BJP അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. UGCക്കെതിരായ ചർച്ചകളും ഗവർണർ വിരുദ്ധതയും പ്രമേയമാക്കി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച കൺവെൻഷൻ ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. UGC കരടിലെ നിർദ്ദേശങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ദോഷകരമായി ബാധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ താൽപര്യം സർവകലാശാല കടന്നുവരാതിരിക്കാൻ വഴിയൊരുക്കും. VC നിയമനത്തിൽ സംസ്ഥാന സർക്കാരുകൾക്കുള്ള പങ്ക് ഇല്ലാതാകുമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. BJP ഇതര സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ തെലങ്കാന ഉപമുഖ്യമന്ത്രിയും തമിഴ്നാട് കർണാടക വിദ്യാഭ്യാസ മന്ത്രിമാരും പങ്കെടുത്തു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രിമാരായ AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി KV തോമസിന്റെ യാത്രാ ബത്ത ഉയർത്താൻ സർക്കാർ. പ്രതിവർഷ യാത്രാ ബത്ത 5 ലക്ഷത്തിൽ നിന്നും 11.31 ലക്ഷമാക്കാൻ പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന് നിർദ്ദേശം നൽകി. ഓണറേറിയമായി ലക്ഷങ്ങൾ KV തോമസിന് നൽകുന്നതിനിടെയാണ് യാത്രാ ബത്ത കൂടി ഇരട്ടിയാക്കുന്നത്. PSC അംഗങ്ങളുടെ ശമ്പള വർധനവിന് തൊട്ടു പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി KV തോമസിനും ലക്ഷങ്ങൾ വാരിക്കോരി നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ വിശ്വസനായ KV തോമസിന്റെ യാത്രാബത്ത ഉയർത്താനാണ് ഏറ്റവും പുതിയ നീക്കം. 2025-26 ബജറ്റിൽ വകയിരുത്തിയ 5 ലക്ഷം രൂപ മതിയാകില്ലെന്നും ഇത് 11.31 ലക്ഷമായി ഉയർത്തണമെന്നും ആവശ്യപ്പെട്ട് പൊതുഭരണ വകുപ്പ് പ്രോട്ടോകോൾ വിഭാഗമാണ് ധനവകുപ്പിനെ സമീപിച്ചത്. ബുധനാഴ്ച ചേർന്ന സബ്ജക്ട് കമ്മിറ്റി യോഗത്തിലും നിർദ്ദേശം വന്നു.
കഴിഞ്ഞ വർഷം 6.31 ലക്ഷം രൂപ ചെലവായതിനാൽ ഇക്കുറി വിഹിതം ഉയർത്തണമെന്നാണ് പൊതുഭരണ വകുപ്പിന്റെ നിലപാട്. ഓണറേറിയമായി 1 ലക്ഷം രൂപയും യാത്രപ്പടി, ടെലിഫോൺ തുടങ്ങിയ മറ്റ് അലവൻസുകളും കെ വി തോമസിന് ലഭിക്കുന്നുണ്ട്. അടുത്തിടെ കെ വി തോമസിന് സർക്കാർ പ്രൈവറ്റ് സെക്രട്ടറിയെയും അനുവദിച്ചിരുന്നു. ഓണറേറിയത്തിനായി കഴിഞ്ഞ ബജറ്റിൽ 24.67 ലക്ഷം രൂപയും തൊട്ട് മുമ്പത്തെ ബജറ്റിൽ 17 ലക്ഷം രൂപയുമാണ് വകയിരുത്തിയത്. 2024 വരെ ഖജനാവിൽ നിന്നും കെ വി തോമസിനായി 57.41 ലക്ഷം രൂപ ചെലവഴിച്ചെന്ന് മുഖ്യമന്ത്രി നിയമസഭയിലും വ്യക്തമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ് വിട്ട് CPM-നൊപ്പം കൂടിയ കെ വി തോമസിനെ 2023 ജനുവരിയിലാണ് ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി പിണറായി സർക്കാർ നിയമിച്ചത്. ക്യാബിനറ്റ് റാങ്ക് നൽകിയുള്ള നിയമനം കൊണ്ട് സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് നേട്ടമില്ലെന്ന വിമർശനങ്ങൾ നിലനിൽക്കെയാണ് ലക്ഷക്കണക്കിന് രൂപ തോമസിനായി സർക്കാർ ചെലവിടുന്നത്. ജനം, തിരുവനന്തപുരം. ക്ഷാമബത്ത കുടിശ്ശികയുടെ ഒരു ഗഡു ഏപ്രിലിൽ നൽകുമെന്ന ബജറ്റ് പ്രസംഗത്തിൽ ആശയക്കുഴപ്പത്തിലായി സർക്കാർ ജീവനക്കാർ. പ്രഖ്യാപനം 2 ഗഡു നൽകുമെന്ന് ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതിന് വിരുദ്ധമാണിത്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഏപ്രിലിന് മുൻപ് നൽകിയാൽ അധിക നികുതി ഒടുക്കേണ്ടി വരുമെന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ജനം ബ്രേക്കിംഗ്. സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത കുടിശ്ശികയുടെ ഒരു ഗഡു 2025 ഏപ്രിൽ മാസം വിതരണം ചെയ്യുമെന്ന ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനമാണ് ജീവനക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷം മുതൽ പ്രതിവർഷം ക്ഷാമബത്തയുടെ 2 ഗഡു ജീവനക്കാർക്ക് നൽകുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ 10/7/2024 റൂൾ 300 പ്രകാരം നിയമസഭയിൽ പറഞ്ഞത്. ബജറ്റ് പ്രഖ്യാപനം വന്നപ്പോൾ അത് 1 ഗഡു മാത്രമായി കുറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് സർക്കാർ നിലപാടെങ്കിൽ ബജറ്റിലും 2 ഗഡു എന്ന പ്രഖ്യാപനം വരേണ്ടതാണ്. ഇതുണ്ടായില്ലെന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. അതേസമയം ക്ഷാമബത്ത സംബന്ധിച്ച ഉത്തരവും ധനവകുപ്പ് ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡുക്കൾ നൽകുമെന്ന പ്രഖ്യാപനത്തിലെ വ്യക്തതക്കുറവും ആശങ്ക സൃഷ്ടിക്കുന്നു. 2025 വിതരണം ചെയ്യുമെന്നാണ് പ്രഖ്യാപനം. 2025 ഏപ്രിൽ മുൻപ് ശമ്പള കുടിശ്ശികയിലെ 2 ഗഡുക്കൾ ജീവനക്കാരുടെ അക്കൗണ്ടിലെത്തിയാൽ ഈ വർഷത്തെ ഇൻകം ടാക്സ് അടച്ചവർ വീണ്ടും അധിക നികുതി അടയ്ക്കേണ്ടി വരും. അതിനാൽ തന്നെ കുടിശ്ശിക പണം നൽകുന്നത് ഏപ്രിലാക്കണമെന്നാണ് ജീവനക്കാരുടെ നിലപാട്. ലോൺ എടുത്ത് നികുതി അടയ്ക്കാൻ താല്പര്യമില്ലാത്തതിനാൽ 2025-26 വർഷത്തെ ആദായ നികുതിയിൽ ഉൾപ്പെടുന്ന രീതിയിൽ തുക ഏപ്രിലിൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണമെന്നതാണ് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘം ഉൾപ്പെടെയുള്ള സർവീസ് സംഘടനകൾ ആവശ്യപ്പെടുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് കോഴിക്കോട് അധ്യാപിക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അലീന ബെന്നിയുടെ നിയമനം വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്ത്. അലീന ബെന്നിയുടെ അധ്യാപക നിയമനം വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല. മറ്റൊരു അധ്യാപികയുടെ ഒഴിവിലേക്കാണ് അലീനയെ മാനേജ്മെന്റ് നിയോഗിച്ചത്. മാനേജ്മെന്റ് കൃത്യമായ രേഖകൾ നൽകാത്തതിനാലാണ് അലീനയുടെ നിയമനം അംഗീകരിക്കാത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഈ അലീന ബെന്നിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഒരു ഉത്തരവിട്ടിരുന്നു. ഈ അലീന ബെന്നിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഈ അലീന ബെന്നിയുമായി ബന്ധപ്പെട്ട നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് അലീന ബെന്നിയുടെ നിയമനം അത് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല എന്നതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, അലീന ബെന്നിയെ ആ സ്കൂളിൽ നിയമിച്ചത് മറ്റൊരു അധ്യാപികയുടെ ഒഴിവിലേക്കാണ്. ഈ അധ്യാപിക ലീവിൽ 5 വർഷത്തേക്ക് ലീവിൽ പോകാൻ വേണ്ടി പോയ അധ്യാപികയുടെ ഒഴിവിലേക്കാണ് ഈ അലീന ബെന്നിയെ സ്കൂൾ നിയമിച്ചിരിക്കുന്നത്. എന്നാൽ ആ അധ്യാപികയുടെ ആ ലീവ് അത് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല. അങ്ങനെ അംഗീകരിച്ചിരിക്കാത്ത ആ ഒഴിവിലേക്കാണ് അലീന ബെന്നിയെ ഈ സ്കൂൾ മാനേജ്മെന്റ് നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അലീന ബെന്നിയുടെ ഈ നിയമനം അത് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി മാനേജ്മെന്റിനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന് കൂടി ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റിനെ വിവരം ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ അലീന ബെന്നിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ മറ്റ് രേഖകളൊന്നും തന്നെ ഈ മാനേജ്മെന്റ് ഈ വിദ്യാഭ്യാസ വകുപ്പിന് സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് ഈ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണമെന്ന് കൂടി ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി അലീനയുടെ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ കുടുംബം ആദ്യം മുതൽ തന്നെ തന്റെ മകൾക്ക് കൃത്യമായി കോളേജ് മാനേജ്മെന്റ് ശമ്പളം നൽകിയിരുന്നില്ല. 6 വർഷമായി ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. ഏറ്റവും അവസാനം ഗതികേടിന്റെ ഏറ്റവും അവസാനം എത്തിയപ്പോഴാണ് ഒരു മുഴം കയറിൽ മോൾക്ക് അഭയം പ്രാപിക്കേണ്ടി വന്നത് എന്നടക്കമുള്ള ഒരു അച്ഛൻ പറയുന്നത് നമ്മളൊക്കെ കേട്ടതാണ്. കോളേജ് മാനേജ്മെന്റ് അപ്പോൾ ഇതൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് ഇന്നലെ പത്രക്കുറിപ്പ് ഇറക്കിയത്. ഇത്തരത്തിൽ അലീനയുടെ കയ്യിൽ നിന്ന് നിയമനവുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിയിരുന്നില്ല, മാത്രമല്ല കൃത്യമായി തന്നെ ശമ്പളം നൽകിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കോളേജ് മാനേജ്മെന്റ് ഈ വിഷയത്തിൽ പത്രക്കുറിപ്പ് ഇറക്കി
ഇറക്കിയിരിക്കുന്നത്. ഇതൊക്കെ ഈ കോളേജ് മാനേജ്മെന്റിന്റെ വാദമൊക്കെ നിഷേധിച്ചുകൊണ്ട് ഇപ്പോഴും കുടുംബം രംഗത്തുണ്ട്. കൃത്യമായി തന്നെ ഈ മകൾക്ക് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് ഈ കുടുംബം പറയുന്നത്. കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. എലപ്പുള്ളി മദ്യനിർമ്മാണശാല LDF മുന്നണിയിൽ തീരുമാനമായി എങ്കിലും CPIയുടെ എതിർപ്പ് തുടരുന്നു. മദ്യ പ്ലാന്റ് എലപ്പുള്ളിയിൽ നിന്നും മാറ്റിക്കൂടെ എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുന്നണി യോഗത്തിൽ ഉന്നയിച്ചത്. ഈ വിഷയം അടുത്ത CPI എക്സിക്യൂട്ടീവിൽ വീണ്ടും ചർച്ചയാകും. CPIയുടെ ശക്തമായ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് സർക്കാർ എലപ്പുള്ളി മദ്യനിർമ്മാണ പ്ലാന്റുമായി മുന്നോട്ട് പോകുന്നത്. നിലവിൽ ഉയർന്നിട്ടുള്ള ആക്ഷേപങ്ങൾ ഒഴിവാക്കി ഒരുമിച്ച് മുന്നോട്ട് പോകുക എന്ന തീരുമാനത്തിൽ മാത്രമേ മുന്നണി യോഗം എത്തിയിട്ടുള്ളൂ. എന്നാൽ ഈ വിഷയം അടുത്തു ചേരുന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വീണ്ടും ചർച്ചയാകും. എലപ്പുള്ളിയിൽ നിന്നും പ്ലാന്റ് മാറ്റി സ്ഥാപിക്കുന്ന കാര്യം പരിഗണിച്ചുകൂടെയെന്ന് ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം ചേർന്ന LDF മുന്നണി യോഗത്തിൽ ചോദിച്ചിരുന്നു. നിലവിൽ മദ്യനിർമ്മാണശാല സ്ഥാപിക്കുന്ന എലപ്പുള്ളി പഞ്ചായത്തിൽ കുടിവെള്ള പ്രശ്നം ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് CPI ഉയർത്തിയിരിക്കുന്നത്. എങ്കിലും മുന്നണിയിലെ ഘടകകക്ഷികളുമായി ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനത്തിലുള്ള എതിർപ്പാണെന്നത് പ്രകടമായ കാര്യം. CPI പല ഘട്ടങ്ങളിലും CPMന് വിധേയപ്പെട്ടു പോകുന്നു എന്ന വിമർശനം നേരത്തെ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവുകളിലും ഉയർന്നിരുന്നു. നിലവിൽ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ CPI പരസ്യ പ്രതികരണത്തിലില്ലെങ്കിലും പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിൽ സർക്കാരിന് പൂർണ്ണ സമ്മതം നൽകാൻ തയ്യാറായിട്ടില്ല. ജനം, തിരുവനന്തപുരം. പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറിയുമായി മുന്നോട്ടു പോകാനുള്ള ഇടതുമുന്നണി തീരുമാനം ജനങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയെന്ന് രമേശ് ചെന്നിത്തല. സായിപ്പിനെ കണ്ടപ്പോൾ കവാത്തു മറന്നതുപോലെയാണ് ഇടതുമുന്നണി യോഗത്തിൽ CPIയും RJDയും നിലപാട് മാറ്റിയത്. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കാൻ നട്ടലില്ലാതായിരിക്കുന്നു ഇരു പാർട്ടികൾക്കും. ഒയാസിസ് കമ്പനി കാണേണ്ടതുപോലെ കണ്ടപ്പോഴാകും നിലപാട് മാറ്റം. സർക്കാർ ഇത്ര കടുത്ത നടപടി സ്വീകരിക്കുന്നത് അഴിമതിയല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നും ചെന്നിത്തല പാലക്കാട് ചോദിച്ചു. പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനികൾ തുടങ്ങാനുള്ള ഇടതുമുന്നണിയുടെ തീരുമാനം ജനങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ്. ഇടതുമുന്നണിയുടെ യോഗം ചേർന്നപ്പോൾ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്ന പോലെയാണ് ഈ രണ്ട് കക്ഷികൾ നിലപാട് സ്വീകരിച്ചത്. അവർ ഇതിനെപ്പറ്റി ഒരു അക്ഷരം ഉരിയാടിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം വരെ അതിതീവ്രമായ നിലപാടുകൾ സ്വീകരിച്ച CPIയും RJDയും എന്താണ് നിലപാട് മാറ്റിയത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. മുഖ്യമന്ത്രി പറയുന്നതിനെതിരെ ഒരു അക്ഷരം സംസാരിക്കാനുള്ള നട്ടെല്ല് ഈ രണ്ട് പാർട്ടികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, എനിക്ക് സംശയം, ഒയാസിസ് കൊമേഴ്സ്യൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനി കാണേണ്ടതുപോലെ കണ്ടപ്പോഴായിരിക്കാം ഒരുപക്ഷെ ഇവർ നിലപാട് മാറ്റിയത്. CPI നിലപാടില്ലാത്ത പാർട്ടിയായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മദ്യനിർമ്മാണശാലയിൽ മുഖ്യമന്ത്രിയുമായി സംവാദത്തിന് തയ്യാറാണെന്നും സ്ഥലവും തീയതിയും സർക്കാരിന് തീരുമാനിക്കാമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തരൂരുമായി തർക്കത്തിനില്ലെന്നും പ്രവർത്തക സമിതി അംഗത്തെ തിരുത്താനും ശാസിക്കാനും അധികാരമില്ലെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു. ഒരു കാരണവശാലും എലപ്പുള്ളിയിൽ ബ്രൂവറി അനുവദിക്കാൻ പ്രതിപക്ഷം സമ്മതിക്കില്ല. രണ്ട്, സാധാരണ CPIയെ AKG സെൻറ്ററിൽ വിളിച്ചു വരുത്തിയാണ് അപമാനിക്കാറുള്ളത്. ഈ പ്രാവശ്യം MN സ്മാരകത്തിൽ തന്നെ പോയി CPI അപമാനിച്ച സംഭവമാണ് ഈ ബ്രൂവറി വിഷയത്തിലുണ്ടായത്. നിലപാടില്ലാത്ത പാർട്ടിയായി CPI മാറി. അവരുടെ ആസ്ഥാനത്ത് പോയി അവരുടെ പാർട്ടി എടുത്ത നിലപാടിനെതിരായിട്ടുള്ളൊരു തീരുമാനമാണ് മുഖ്യമന്ത്രി അടിച്ചേൽപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെയും എക്സൈസ് മന്ത്രിയുടെയും തീരുമാനമാണ് LDFൻ്റെ മീതെ, മറ്റ് കക്ഷികളുടെ മീതെ അടിച്ചേൽപ്പിക്കപ്പെട്ടത്. വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തോട് സംസാരിക്കേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ്. ഞങ്ങളൊക്കെ അതിനേക്കാളൊക്കെ വളരെ താഴെ പൊസിഷനിലിരിക്കുന്ന ആളാണ്. ഞങ്ങളുടെയൊക്കെ മീതെ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ശാസിക്കാനോ അദ്ദേഹത്തെ ഉപദേശിക്കാനോ അദ്ദേഹത്തിനെ തിരുത്താനോ ഒന്നും ശേഷിയുള്ള ആളുകളല്ല ഞങ്ങൾ. അദ്ദേഹത്തിന് എല്ലാ ആളുകളല്ല ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ഒരു തർക്കത്തിനും പോകുന്നില്ല. അദ്ദേഹമായിട്ട് ഒരു തർക്കത്തിനും ഞങ്ങളാരും പോകുന്നില്ല. ഞങ്ങളുമായിട്ട് അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹം അത് ബാക്കിയുള്ളൊരു വിലയിരുത്തട്ടെ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? പാലക്കാട് തൃത്താലയിൽ ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പരാതി നൽകി BJP. DGPക്കും ജില്ലാ പോലീസ് മേധാവിക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയില്ലാതായതോടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകുന്നതെന്ന് BJP വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ P. വേണുഗോപാൽ പറഞ്ഞു. തൃത്താലയിൽ BJP പ്രതിഷേധ പ്രകടനവും നടത്തി.
പാലക്കാട് തൃത്താലയിൽ ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച സംഭവത്തിൽ തൃത്താല സിഐക്കും ഡിവൈഎസ്പിക്കും ഉൾപ്പെടെയായിരുന്നു BJP ആദ്യഘട്ടത്തിൽ പരാതി നൽകിയത്. തുടർന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കും DGPക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ സംഭവത്തിൽ കേരള പോലീസ് യാതൊരു അന്വേഷണവും നടത്താത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പരാതി നൽകിയത്. സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും പോപ്പുലർ ഫ്രണ്ടും NDFും പുതിയ രൂപത്തിലും ഭാവത്തിലും പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇതിന്റെ തെളിവാണ് സംഭവമെന്നും BJP വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ P. വേണുഗോപാൽ പറഞ്ഞു. ഹമാസ് ഭീകരരുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയുണ്ട്. ആ പരിപാടി കഴിയുന്നത് വരെ പ്രദർശിപ്പിച്ച നടപടിക്കെതിരെ സംസ്ഥാന പോലീസ് ഇതുവരെ നടപടികൾ എടുത്തിട്ടില്ല എന്നുള്ളത് ദുരൂഹം. ഈ ചിത്രം പ്രദർശിപ്പിച്ച ആഘോഷത്തിൻ്റെ മാറ്റ് കുറയ്ക്കുകയും അതേപോലെ തന്നെ മറ്റൊരു ആംഗിളിലേക്ക് ഈ ആഘോഷത്തെ വഴിതിരിച്ചുവിട്ടുള്ള ആ കമ്മിറ്റിക്കാരുടെ പേരിൽ നടപടി ഉണ്ടാകണം. അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുക. സംഭവത്തിൽ പോലീസ് കേസെടുക്കാത്തതിൽ തൃത്താലയിൽ BJP പ്രതിഷേധ പ്രകടനവും നടത്തി. BJP മുൻ ജില്ലാ അധ്യക്ഷൻ KM ഹരിദാസ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. തൃത്താലയില് ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, മുസ്ലിം ആകട്ടെ, എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന നാട്. ആ നാട്ടിൽ വിഷം കലർത്താൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സമരപരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതാരാണ് ഇതിന്റെ പിറകിലെന്ന് കണ്ടെത്തേണ്ട ബാധ്യത ഇവിടുത്തെ ഭരണകൂടത്തിനാണ്, പോലീസിനാണ്. ആ ഭരണകൂടം നാടോട്ടിനു വേണ്ടി ഇവിടുത്തെ ഭീകരവാദികളുമായി സന്ധി ചെയ്യാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ തൃത്താലയുടെ മണ്ണിൽ നിന്നുകൊണ്ട് പറയാം, അത് അനുവദിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി BJP തൃത്താല സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV മനോജ്, കപൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശ് എറവക്കാട്, K. നാരായണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, പാലക്കാട്. വിവാദ മനുഷ്യാവകാശ സംഘടന NCHRD കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിൽ. തീവ്രാശയങ്ങളുള്ള ആളുകൾ സംഘടനയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ നിഗമനം. ജനം TV വാർത്തയ്ക്കു പിന്നാലെയാണ് NCHRD സംഘടനാ പ്രഖ്യാപന സമ്മേളനം മാറ്റിവെച്ചത്. നിരോധിത തീവ്രവാദ സംഘടനകളുടെ പുതിയ രൂപമാണ് NCHRD. തീവ്രവാദ പ്രവർത്തനങ്ങളിൽപ്പെട്ടവർക്ക് നിയമസഹായം നൽകുകയാണ് സംഘടനയുടെ ലക്ഷ്യം എന്നതാണ് ഉയരുന്ന ആരോപണം. സിമി, PFI തുടങ്ങി നിരോധിത തീവ്രവാദ സംഘടനകളിലുള്ള സജീവ പ്രവർത്തകർ ചേർന്ന് രൂപം കൊടുത്ത സംഘടനയാണ് NCHRD എന്നും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് നിയമസഹായം നൽകുകയാണ് സംഘടനയുടെ പ്രവർത്തനമെന്നുമുള്ള ഗുരുതര ആരോപണമുയർന്നതിന് പിന്നാലെയാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷിക്കാൻ തുടങ്ങിയത്. സംഘടനയിൽ ഉൾപ്പെട്ടവരുടെ പശ്ചാത്തലവും പ്രവർത്തനവും കേന്ദ്ര ഏജൻസിയുടെ കൃത്യമായ നിരീക്ഷണത്തിലാണ്. NCHRDയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനങ്ങളും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. സംഘടനാ പ്രവർത്തനത്തിന് എവിടെ നിന്നാണ് പണം വരുന്നതെന്നും ആരാണ് ഫണ്ട് ചെയ്യുന്നതെന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും അന്വേഷിക്കുക. സംഘടനയ്ക്കെതിരെ സമൂഹത്തിലെ വിവിധ കോണുകളിൽ നിന്ന് ആരോപണമുയർന്നതിന് പിന്നാലെ സംഘടനയിലെ സജീവ പ്രവർത്തകരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പലതും അപ്രത്യക്ഷമായിട്ടുണ്ട്. ജനം TV വാർത്തയ്ക്കും ഹിന്ദു ഐക്യവേദി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുമാണ് NCHRD കോഴിക്കോട് നടത്താനിരുന്ന സംഘടനാ പ്രഖ്യാപന സമ്മേളനം മാറ്റിവെച്ചത്. ജനം, കോഴിക്കോട്. മുഖ്യമന്ത്രിക്ക് സ്തുതിഗീതം എഴുതിയ പൂവത്തൂർ ചിത്രസേനന്റെ അനധികൃത നിയമന ഫയലിൽ വിയോജനക്കുറിപ്പ് എഴുതിയതിന് നടപടി. ഇതെഴുതിയ ഉദ്യോഗസ്ഥനെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നിർവാഹക സമിതിയിൽ നിന്ന് പുറത്താക്കി. ധനവകുപ്പിലെ സെക്ഷൻ ഓഫീസറായ റാസി പോത്തൻകോടിനെതിരെയാണ് നടപടി. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? പ്രജിത്തിലേക്ക് എത്താം. മുഖ്യമന്ത്രിക്ക് സ്തുതിഗീതം എഴുതിയ പൂവത്തൂർ ചിത്രസേനന്റെ അനധികൃത നിയമന ഫയലിൽ വിയോജനക്കുറിപ്പ് എഴുതിയതിന് നടപടി. സഭയിലേക്കു വന്നതും ഇരുടഞ്ഞ പാതയിൽ നിന്റെ പാതയിൽ തടസ്സമായിരുന്ന കനലുകൾ പാദമോന്നി കൈകളിൽ നാടിനെ ചേർത്തു
പാതയകറ്റി നിർത്തി മാനവർക്ക് രക്ഷയെ സേവനങ്ങൾ നൽകി വികസനത്തിൽ പാതയിൽ കൈവിളക്കുമായി വഴി കാട്ടി നീ സാധനായി ലോകദുരിതകാലവും ശക്തമായ മക്കളെ പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഉപകാരസ്മരണയായിട്ടായിരുന്നു സ്തുതിഗീതം. ഇപ്പോൾ ഈ അനധികൃത നിയമനത്തിനെതിരെ വിയോജനക്കുറിപ്പ് എഴുതിയ ഉദ്യോഗസ്ഥന് മേൽ നടപടിയും എടുത്തിരിക്കുന്നു. വിവരങ്ങൾ. സംഘടനാ നടപടിയാണ് ഈ ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് രോഹിണി. കാരണം പൂവത്തൂർ ചിത്രസേനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിയമന വിവാദം നമ്മൾ ഒരു വട്ടം ചർച്ച ചെയ്താണ്. പ്രത്യേകിച്ച് അപേക്ഷ നൽകുന്നതിന് മുൻപ് തന്നെ നിയമനം നൽകി എന്നുള്ളതായിരുന്നു, താൽക്കാലിക ജോലിയിൽ നിയമനം നൽകി എന്നുള്ളതായിരുന്നു, ധനവകുപ്പിലെ സ്പെഷ്യൽ മെസ്സഞ്ചറായി നിയമനം നൽകി എന്നുള്ളതായിരുന്നു നേരത്തെ വന്ന വിവാദം. ഈ ചിത്രസേനന് ഇത്തരത്തിൽ നിയമനം നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയലിൽ അത് കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ഈ പറയുന്ന വി റാഫി എന്ന റാഫി പോത്തൻകോട്. അദ്ദേഹം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ നിർവാഹക സമിതി അംഗം, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗമായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു. ഇതിന് കാരണമായിരിക്കുന്നത് ഈ ഫയൽ കൈകാര്യം ചെയ്ത പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിലൊരാളായ അണ്ടർ സെക്രട്ടറി ആയിരുന്ന ശശികുമാറിൻ്റെ പരാതിയിലാണ് അസോസിയേഷൻ ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് എന്നുള്ളതാണ്. എന്തായാലും വലിയ വിവാദമായി മാറിയ സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് കൂടി ഇപ്പോൾ ചർച്ചയാകുന്നത്. പ്രത്യേകിച്ച് ഒരു ഉദ്യോഗസ്ഥൻ ഒരു മുഖ്യമന്ത്രിയെ പുകഴ്ത്തി പാട്ട് എഴുതുന്നു. ആ പാട്ട് എന്ന് പറയുന്നത് നമുക്ക് ഓർമ്മയുണ്ട്, പടനായകനായും പടത്തലവനായും ഒക്കെ പിണറായിയെ സ്തുതിച്ചുകൊണ്ട് എഴുതിയ പാട്ട്. അത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിലെ ജോലി മുടക്കിക്കൊണ്ട് ജീവനക്കാരെ മുഴുവൻ പുറത്തിറക്കിക്കൊണ്ട്, സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ജീവനക്കാരെ മുഴുവൻ പുറത്തിറക്കിക്കൊണ്ട് ഒരു ദിവസത്തെ ഒരു പകൽ മുഴുവൻ ജോലി മുടക്കിക്കൊണ്ട് സെക്രട്ടറി അസോസിയേഷൻ്റെ സുവർണ്ണ ജൂബിലി മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പൊതുസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി സ്തുതിഗീതം പാടിയത്. പിന്നാലെയാണ് പൂവത്തൂർ ചിത്രസേനൻ്റെ പുനർനിയമനവുമായി ബന്ധപ്പെട്ട വിവാദം കടക്കുന്നത്. പ്രത്യേകിച്ച് ഈ ചിത്രസേനയുടെ നിയമനം പൊതുഭരണ വകുപ്പിൽ നിന്നും ക്ലറിക്കൽ അസിസ്റ്റന്റായി വിരമിച്ച ചിത്രസേനന് ധനവകുപ്പിന് സ്പെഷ്യൽ മെസ്സഞ്ചറായി നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ടായിരുന്നു. കാരണം അപേക്ഷ നൽകുന്നത് ഒരു ദിവസം, ആ അപേക്ഷ നൽകിയതിന് ഒരു ദിവസം മുൻപേ ചിത്രസേന നിയമനം നൽകി എന്നുള്ളതായിരുന്നു അന്നത്തെ പുറത്തുവരുന്നത്. 2024 ഏപ്രിൽ 5 അപേക്ഷ നൽകുന്നു. പക്ഷേ നിയമനം നൽകിയിരിക്കുന്നത് ഏപ്രിൽ 24. അന്ന് ഈ ഫയൽ കൈകാര്യം ചെയ്ത അണ്ടർ സെക്രട്ടറി ശശികുമാറാണ് ഇപ്പോൾ ഈ പരാതി സംഘടനയ്ക്ക് നൽകിയതും സെക്രട്ടറി എംപ്ലോയീസ് അസോസിയേഷന് നൽകിയതും. തുടർന്ന് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന റാഫി പോത്തൻകോടിനെ സംഘടനയുടെ പ്രധാനപ്പെട്ട ചുമതലയിൽ നിന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് താഴേക്ക് തരം താഴ്ത്തുന്ന ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ വിചിത്രമായിരിക്കുന്നു. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു ഫയലിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഈ പറയുന്ന ചിത്രസേന നിയമനം നൽകുന്നതുമായി ബന്ധപ്പെട്ടൊരു എതിർ നിലപാട് സ്വീകരിച്ച സമയത്ത് അതിനെതിരെ പാർട്ടി തന്നെ നടപടി സ്വീകരിക്കുന്നു. തെറ്റ് ചെയ്യാൻ സംഘടന തന്നെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. അത് സംഘടനാ നടപടിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ വിചിത്രമായൊരു നടപടിയായി തന്നെ നമുക്ക് കാണാവുന്നതാണ്. രോഹിണി, ചാരപ്രവർത്തി കേസിൽ NIA അന്വേഷണം കൂടുതൽ മലയാളികളിലേക്ക്. പാകിസ്ഥാന് തന്ത്രപ്രധാന വിവരങ്ങൾ ചോർത്തിയതായി സംശയം. കാർവാർ നാവിക താവളത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തിയ കേസിലായിരുന്നു മലയാളി അടക്കം 3 പേർ അറസ്റ്റിലായിരുന്നത്. നാവികതാവളത്തിന്റെ ചിത്രങ്ങളും നാവിക നീക്കങ്ങളും കൈമാറിയതായാണ് സൂചന. കൊച്ചി, വിശാഖപട്ടണം കപ്പൽശാലകളിലെ വിവരങ്ങൾ ചോർത്തിയോ എന്നും സംശയമുണ്ട്. ഇത് സംബന്ധിച്ചും NIA വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നു. കൊച്ചി കപ്പൽശാലയിലെ മുൻ ട്രെയിനി കടമക്കുടി സ്വദേശി PA അഭിലാഷ്, ഉത്തര കന്നഡ ജില്ലയിൽ നിന്നുള്ള വേദൻ ലക്ഷ്മൺ ടണ്ടൽ, അക്ഷയ് രവി നായിക് എന്നിവരെയായിരുന്നു NIA കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. അഭിലാഷിനെ കടമക്കുടിയിലെ വീട്ടിൽ നിന്നായിരുന്നു പിടികൂടിയത്. ഇയാളുമായി ബന്ധമുള്ള മലയാളികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കാർവാർ നാവികതാവളത്തെക്കുറിച്ചുള്ള തന്ത്രപ്രധാന വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകിയതായാണ് കേസ്. ISI ഉൾപ്പെടെ പാക് രഹസ്യാന്വേഷണ ഏജൻസികൾ ഹണി ട്രാപ്പിലൂടെയാണ് വിവരങ്ങൾ ചോർത്തിയെടുത്തത്. കാർവാർ നാവികതാവളത്തിന്റെ ചിത്രങ്ങളും നാവിക നീക്കങ്ങളും കൈമാറിയതായാണ് NIA കണ്ടെത്തിയത്. വിവരങ്ങൾ ചോർത്തിയതിന് പ്രതിഫലവും ലഭിച്ചിരുന്നു. വിശാഖപട്ടണം കപ്പൽശാലയിലെ വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകിയ കേസിൽ അഭിലാഷ് ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട പാക് ചാരവനിതയ്ക്ക് തന്ത്രപ്രധാന വിവരങ്ങൾ ചോർത്തി നൽകുകയായിരുന്നു. ജനം, കൊച്ചി. സ്ത്രീവിരുദ്ധ പരാമർശവുമായി കാന്തപുരം വിഭാഗം നേതാവ് ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി. ഭർത്താവ് മരിച്ച സ്ത്രീകൾ ഏതെങ്കിലും മുറിയിൽ ഒതുങ്ങിക്കൂടുകയാണ് വേണ്ടതെന്നും അല്ലാതെ ഏതോ നാട്ടിൽ പോയി മഞ്ഞിൽ കളിക്കുകയല്ല വേണ്ടതെന്നുമായിരുന്നു സമസ്ത നേതാവിന്റെ വിവാദ പരാമർശം. മകൾക്കൊപ്പം മണാലിക്ക് യാത്ര പോയ കോഴിക്കോട് സ്വദേശിനി നഫീസ് ഉമ്മയുടെ പേരെടുത്തു പറഞ്ഞാണ് അധിക്ഷേപം. വിധവയായ സ്ത്രീക്ക് ലോകം കാണാൻ വിലക്കുണ്ടോ എന്ന് മകൾ ചോദിച്ചു.
വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്യമ്മ. ഏതെങ്കിലും മൂലയിരുന്ന് സനാതന്തി കുറുഞ്ചെലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരി ഇങ്ങനെ ഇടാണ് മൂപ്പത്തി. ചിലപ്പോ അത് ഈ നാട്ടുകാരനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമില്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം അങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ദിസ്ന സുരേഷ് ചേരുന്നു വിവരങ്ങളുമായി. ദിസ്ന, എത്രത്തോളം സ്ത്രീ വിരുദ്ധ പരാമർശമാണ് കാന്തപുരം വിഭാഗം നേതാവ് ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് ഈ നഫീസ് ഉമ്മയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും വളരെയധികം ചർച്ചയായ ഒന്നാണ്. കാരണം ഏറെ നിഷ്കളങ്കതയോടുകൂടി തൻ്റെ പ്രായത്തിൽ മണാലിയിൽ പോയി തൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ച് അവിടെ നിന്ന് മഞ്ഞുകൂനകളൊക്കെ തന്നെയും എറിഞ്ഞുകൊണ്ട് തൻ്റെ സുഹൃത്തുക്കളോട് താൻ ഇവിടെ എത്തി എന്ന് പറയുന്ന ഒരു നിഷ്കളങ്കമായ വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോയ്ക്കാണ് ഇത്തരത്തിലുള്ളൊരു വിവാദ പരാമർശവുമായി കാന്തപുരം വിഭാഗം നേതാവ് ഇബ്രാഹിം സഖാഫി പുഴക്കെട്ടേരി വന്നിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ പ്രായത്തിൽ സ്വലാത്തും ദിക്റും ചൊല്ലേണ്ടതിന് പകരം ഏതോ ഒരു നാട്ടിൽ പോയി മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്നൊരു കാര്യമാണ് പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് കാന്തപുരം വിഭാഗം നേതാവിന്റെ ഈ പരാമർശത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. കാരണം അവരുടെ മകൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറഞ്ഞത് 25 വർഷത്തോളം കാലം തന്റെ ഉമ്മ മക്കൾക്ക് വേണ്ടി ജീവിച്ചു. അവരുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് ഒരു ആഗ്രഹം നിറവേറ്റി മണാലിയിലേക്ക് യാത്ര പോയത്. അവിടെ വെച്ചെടുത്ത ഒരു വീഡിയോയെ ഇത്രയും വിവാദപരമായി പരാമർശിക്കേണ്ട കാര്യം എന്താണ് എന്നത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിഷ്കളങ്കമായ ഒരു വീഡിയോ, ആ വീഡിയോ നമ്മളൊക്കെ തന്നെയും കണ്ടതാണ്. സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായ ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ അവർ പറയുന്നത് തൻ്റെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്നു ഇത്തരത്തിൽ മണാലിയിൽ എത്തുക എന്നത്. പിന്നീട് മണാലിയിൽ എത്തിയപ്പോൾ തൻ്റെ കൂടെയുള്ള ആ സുഹൃത്തുക്കളെ വിളിക്കുകയും പേരെടുത്ത ഒരു സുഹൃത്തുക്കളെ വിളിക്കുകയും കൂടാതെ ആ മഞ്ഞുമലകളൊക്കെ തന്നെയും എറിഞ്ഞു കളിക്കുന്ന ഒരു രംഗമാണ് ആ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറെ നിഷ്കളങ്കമായ അവരുടെ ആഗ്രഹം സഫലീകരിച്ചതിന്റെ ഒരു മുഹൂർത്തത്തിൽ അവർക്ക് തോന്നിയ ആഹ്ലാദ പ്രകടനം സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോ ആയി ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ വീഡിയോയാണ് ഇത്തരത്തിൽ വിവാദ പരാമർശമായി എത്തിയിരിക്കുന്നത്. എന്തായാലും സാമൂഹിക പ്രവർത്തകരടക്കം നിരവധി ആളുകളാണ് ഇതിനെ ഈ വിമർശനത്തിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് വിധവകളായ സ്ത്രീകൾ ഇത്തരത്തിൽ ഇവർ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇവരുടെ അതായത് മതം അനുശാസിക്കുന്നത് പോലെ മതപഠനം നടത്തി അല്ലെങ്കിൽ ദിക്റും സ്വലാത്തും ചൊല്ലി മാത്രം ജീവിക്കേണ്ടതാണോ എന്ന നിരവധി ചോദ്യങ്ങൾ സമൂഹത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിരിക്കുകയാണ്. സാധാരണക്കാരായ ഒരു പറ്റം ആളുകൾക്ക് അവരുടെ ആഗ്രഹം സാധിക്കുന്നതിന് എന്ത് തടസ്സമാണ് ഉള്ളത് എന്നൊരു ചോദ്യവും നിലവിൽ വന്നിരിക്കുകയാണ്. പ്രധാനമായും മകൾ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. കാരണം വലിയ വേദനാജനകമായ ഒരു പരാമർശം തന്നെയായിരുന്നു ഇത് എന്നതാണ് മകളും വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഒരു ഉമ്മ അവരുടെ അവസാന കാലഘട്ടത്തിൽ അവരുടെ ഒരു ആഗ്രഹം നിറവേറ്റി യാത്ര ചെയ്തു. ആ ആഗ്രഹത്തിന്റെ സന്തോഷ നിമിഷത്തിൽ തോന്നിയ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടു. ആ വീഡിയോയാണ് ഇത്തരത്തിൽ പരസ്യമായി ഒരു പൊതുവേദിയിൽ വെച്ച് ഇത്തരത്തിലുള്ള പരാമർശം ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് അദ്ദേഹത്തിന്റെ പരാമർശത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. രോഹിണി, ശരി. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് മുസ്ലിം ലീഗ് നേതാവ് ലക്ഷങ്ങൾ തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതികരണവുമായി വഞ്ചിതരായ കുടുംബം. മുസ്ലിം ലീഗ് നാഷണൽ കൗൺസിൽ അംഗമായിരുന്ന അബ്ദുൾ വഹാബ് KMLL-ൽ HR ഡിപ്പാർട്ട്മെന്റിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് 25 ലക്ഷമാണ് വെറ്റമുക്ക് സ്വദേശിയായ റസിയയുടെ കുടുംബത്തിൽ നിന്ന് തട്ടിയെടുത്തത്. ഇയാൾക്കെതിരെ ശക്തമായ നടപടി വേണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കളുടെയും മന്ത്രിമാരുടെയും പേര് പറഞ്ഞായിരുന്നു ജോലി വാഗ്ദാനം ചെയ്തത്. ഇല്ലാത്ത തസ്തികയുടെ പേരിൽ ജോലി വാഗ്ദാനം ചെയ്ത് 25 ലക്ഷം രൂപ തട്ടിയെടുത്തിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള അബ്ദുൾ വഹാബ്. ദേശീയ കൗൺസിൽ അംഗമായിരുന്ന അബ്ദുൾ വഹാബ് ഇവിടെ ഒരു കുടുംബത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ ജോലി വാഗ്ദാനം ചെയ്ത് ഈ പണമെല്ലാം കൈപ്പറ്റിയത്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. എന്തായാലും പരാതിക്കാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇയാൾ ആദ്യമായി നിങ്ങളെ സമീപിക്കുന്നത്?
KMM ജോലി ഉണ്ട്. ഒരു മോൻ MBHR കഴിഞ്ഞ മോനാണ്. അപ്പോൾ അവന് KMM HR ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാണ്. 25 ലക്ഷം രൂപ കൊടുത്താൽ ജോലി പിന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നിരന്തരമായിട്ട് നമ്മുടെ വീട്ടിൽ കയറി ഇറങ്ങിയോട്ട് പോകേണ്ട ശേഷം നമ്മളിത് അന്വേഷിച്ചപ്പോൾ ഇയാൾ 1-2 പേർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ നമ്മളൊരു 5 ലക്ഷം രൂപ 2022 ഓഗസ്റ്റ് 2-ാം തീയതി കൊടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു അത് പോരാ, 10 ലക്ഷമാണ് അഡ്വാൻസ് കൊടുക്കേണ്ടത്. വീണ്ടും നമ്മളൊരു സെപ്റ്റംബർ 17-ാം തീയതി ഒരു 2 ലക്ഷം രൂപ ഇയാളുടെ ബാങ്ക് ഓഫ് SBI ശാസ്താംകോട്ട ബ്രാഞ്ചിലേക്ക് നമ്മൾ ബാങ്ക് ഓഫ് ബറോഡ കരുനാഗപ്പള്ളി ബ്രാഞ്ചിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത്. അത് കഴിഞ്ഞ് വീണ്ടും 3 ലക്ഷം രൂപ ബാങ്ക് ഓഫ് ഇന്ത്യ പന്മന ബ്രാഞ്ചിൽ നിന്നും 3 ലക്ഷത്തിൻ്റെ ചെക്ക് കൊടുത്തു. അങ്ങനെ 10 ലക്ഷം രൂപ കൊടുത്തു. അപ്പം 2023 ഏപ്രിൽ ജോലി ശരിയാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി പൈസ ഉടനെ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ വന്ന് പറഞ്ഞതിൻ്റെ ശരി ഞങ്ങൾ പിന്നെ കൈ പൈസ ഇല്ലായിരുന്നു. അപ്പോൾ അയാൾ ഒരുപാട് പിന്നെ ഫോഴ്സ് ചെലുത്തി. അങ്ങനെ നമ്മൾ സ്വർണ്ണം പണയം വെച്ചാണ് ഒരു 14,30,000 രൂപ അന്ന് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞ് ഏപ്രിലായപ്പോൾ ഇയാൾ പറഞ്ഞ് അതിന് ഇച്ചിരി അവകാശം പിന്നെ ഇച്ചിരി താമസം വരും. അങ്ങനെ നീട്ടി പറയാൻ തുടങ്ങി. ഡേറ്റുകൾ നീട്ടി കുറയാൻ തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് കബളിപ്പിക്കപ്പെട്ടയാണെന്ന്. അങ്ങനെ നമ്മൾ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ ഇയാൾ അന്നേരവും മീഡിയേറ്റ് ഇങ്ങനെ മധ്യസ്ഥതക്കാരെ കൊണ്ടുവന്ന് ഓരോ ഡേറ്റുകൾ മാറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പോൾ ഇയാളുടെ ഭാര്യയും മക്കളും ഇയാളും എല്ലാം കൂടി ഞങ്ങൾ അസഭ്യം പറയുകയും ഞങ്ങൾ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ കേസ് കൊടുക്കുന്നത്. ഈ വീഡിയോ എടുക്കുന്നത് എപ്പോഴായിരുന്നു? ആ പൈസ കൊടുത്ത സമയത്താണ്. ഫോൺ ഓണാക്കി പോക്കറ്റിലിട്ടിരുന്നാണ്, അറിയാതെ എടുത്തതാണ്. അയാൾ അറിയാതെ നമ്മൾ വീഡിയോ എടുത്തത്. ഇയാൾക്കെതിരെ നേരത്തെയും പരാതികളുള്ളതായിട്ട് അറിയാമോ? ഒരുപാട് പരാതികളുണ്ടെന്നാണ് പിന്നീടാണ് നമുക്കറിയാൻ പറ്റിയത്. ഇയാൾ ഹജ്ജിമാരെ പിന്നെ കൊണ്ടുപോകാൻ പറ്റിച്ച് അങ്ങനെ ഒരുപാട് രൂപ. പിന്നെ മക്കയിൽ ബിസിനസ് തുടങ്ങാനാന്ന് പറഞ്ഞ് എല്ലാവരും ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം 7 ലക്ഷം രൂപ വീതം വാങ്ങിച്ചിട്ടുണ്ട്. ഒക്കെ പിന്നീടാണ് ഇയാളെ പറ്റി കൂടുതൽ അറിയാൻ കഴിഞ്ഞത്. ഏത് തസ്തികയുടെ പേരായിരുന്നു പറഞ്ഞിരുന്നത്? HR ഡിപ്പാർട്ട്മെൻറ്റിൽ MBA കഴിഞ്ഞാണ് HR ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റ് വാങ്ങിച്ചു തരാമെന്നാണ് പറഞ്ഞത്. പിന്നീട് നിങ്ങൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു തസ്തിക ഉണ്ടോ? അങ്ങനെ ഒരു തസ്തിക ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പോലീസ് എന്താ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്? പോലീസിൽ നിന്ന് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് അവർ ഇയാൾക്ക് മുൻകൂർ ജാമ്യം എടുക്കാനുള്ള സാവകാശം പോലീസ് നൽകിയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ പരാതി കൊടുത്തതിന് പിന്നാലെ എന്തെങ്കിലും ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എന്തായാലും കോടതിയിലാണ് നിലവിലിപ്പോൾ കേസുള്ളത്. അപ്പോൾ ഈ ഒരു തട്ടിപ്പ് നടത്തിയ ഇയാൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് തന്നെയാണ് ആവശ്യം. തന്നെയാണ് ശക്തമായി. ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരരുത്. ഇങ്ങനെ ഒരാളെയും ഇയാൾ ഇനി നടന്ന് പറ്റിക്കരുതെന്നുള്ള ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. ഈ ഒരു സംഭവത്തിന് ശേഷം എങ്ങനെയായിരുന്നു ഈ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ? ഇതിന് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡിന് പിന്നെ മാനസികമായിട്ട് ഒരുപാട് ദുഃഖം ഉണ്ടാക്കി. കാരണം അത്രയ്ക്ക് വിശ്വസ്തനായിരുന്നു. അപ്പം നമ്മളെ ഇങ്ങനെ വഞ്ചിച്ചതുകൊണ്ട് പുള്ളിക്കാരൻ മാനസികമായിട്ടും എല്ലാം തകർന്നു പോയി. അങ്ങനെയാണ് ഇപ്പോൾ കിടപ്പിലായത്. എന്തായാലും കബളിപ്പിക്കപ്പെട്ട ഒരു കുടുംബമാണ്. ഇത്രയധികം ലക്ഷം രൂപയാണ് ഈ ഒരു വിശ്വാസ്യത കാണിച്ചുകൊണ്ട് തട്ടിയെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു തട്ടിപ്പ് നടത്തിയ ഈ ലീഗ് നേതാവിനെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ക്യാമറമാൻ ബിജു പരൂരിനൊപ്പം മനോജ്, ജനം, കൊല്ലം. തിരുവനന്തപുരം കല്ലമ്പലത്ത് മദ്രസ വിദ്യാർത്ഥിക്ക് പ്രകൃതി വിരുദ്ധ പീഡനം. സ്വകാര്യ അറബിക് കോളേജ് ഹോസ്റ്റലിൽ വെച്ചാണ് 13-കാരന് പീഡനമേറ്റത്. പരാതി പറഞ്ഞ വൈസ് പ്രിൻസിപ്പലും കുട്ടിയെ മർദ്ദിച്ചു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ അടക്കം 7 പേർക്കെതിരെ കേസ്. തിരുവനന്തപുരം കല്ലമ്പലത്തിന് സമീപത്തുള്ള പ്രശസ്തമായ ഇസ്ലാമിക ദേവാലയത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്വകാര്യ അറബിക് കോളേജ് ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുന്ന 13 വയസ്സുകാരനാണ് ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ക്രൂരമായി പ്രകൃതി വിരുദ്ധ പീഡനം ഏറ്റത്. വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നു. കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തടക്കം പരിക്കേറ്റു. പീഡന വിവരം വൈസ് പ്രിൻസിപ്പലിനോട് പരാതിയായി അറിയിച്ചെങ്കിലും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാതെ വൈസ് പ്രിൻസിപ്പലും കുട്ടിയെ മർദ്ദിച്ചു. തുടർന്ന് മാതാപിതാക്കളെ വിവരമറിയിക്കുകയായിരുന്നു. മാതാപിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കല്ലമ്പലം പോലീസ് 7 പേർക്കെതിരെ കേസെടുക്കുകയും 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് റഫീഖ്, കിളിമാനൂർ തട്ടത്തുമല സ്വദേശി മുഹമ്മദ് മുഹ്സിൻ, മണമ്പൂർ തോട്ടത്തുമല സ്വദേശി മുഹമ്മദ് ഷമീർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പോക്സോ നിയമപ്രകാരമാണ് അറസ്റ്റ്. വിവരം മറച്ചുപിടിച്ചതിനും കുട്ടിയെ മർദ്ദിച്ചതിനുമാണ് വൈസ് പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. ജനം, തിരുവനന്തപുരം. സാധാരണ ഒരു ഗ്രാമത്തിൽ നിന്നതാണ് പഠിച്ചത്. ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. ചെറിയ സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ 10ാം ക്ലാസ്സിലെ സ്കൂളിലെ ഫസ്റ്റ് റാങ്ക് കിട്ടി. The Big Interview with ISRO Chairman Dr. V. Narayan. കാണാം ഇന്ന് വൈകിട്ട് 7-ന് ജനം TV.
കണ്ണൂരിൽ ക്ഷേത്രഭൂമി അനധികൃതമായി സ്വകാര്യ വ്യക്തികൾക്ക് അനുവദിച്ച് പട്ടയം നൽകുന്നതിനെതിരെ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി രംഗത്ത്. കണ്ണൂർ കളരിവാതുക്കൽ ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ അവകാശമുന്നയിച്ച സ്വകാര്യ വ്യക്തിക്ക് പട്ടയം അനുവദിച്ചത് നേരത്തെ വിവാദമായിരുന്നു. മാത്രമല്ല, ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ ചട്ടങ്ങൾ ലംഘിച്ചാണ് സ്വകാര്യ വ്യക്തികൾക്ക് പട്ടയം അനുവദിച്ചത് എന്ന വിമർശനവും ഉയർന്നിരുന്നു. ജനം ടിവിയാണ് ക്ഷേത്രഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു നൽകുന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടത്. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് കണ്ണൂരിലെ വിവിധ ക്ഷേത്രങ്ങളുടെ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പട്ടയം നൽകുന്നത് എന്നാണ് ഉയരുന്ന പരാതി. ഈ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി രംഗത്തു വന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ക്ഷേത്രഭൂമിയിൽ സ്വകാര്യ വ്യക്തികൾക്ക് പട്ടയം നൽകിയ ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടറെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുക, ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ നൽകിയ മുഴുവൻ പട്ടയങ്ങളും റദ്ദു ചെയ്യുക, സംഭവവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഹിന്ദു ഐക്യവേദി ഉന്നയിക്കുന്നത്. ഈ ഡെപ്യൂട്ടി കളക്ടർ സ്ഥാനത്ത് നിന്ന് ഈ CK ഷാജിയെ ഈ ലാൻഡ് ട്രിബ്യൂണലിൽ നിന്ന് അടിയന്തിരമായി ഈ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും അദ്ദേഹം നൽകിയിട്ടുള്ള മുഴുവൻ പട്ടയങ്ങളും അടിയന്തിരമായി റദ്ദ് ചെയ്യുകയും അതോടൊപ്പം അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ പട്ടയം കൊടുക്കലിൻ്റെ പിന്നിൽ ശക്തമായിട്ടുള്ള അഴിമതിയുണ്ട്. ആ അഴിമതി അന്വേഷിക്കുകയും ചെയ്യുക എന്നുള്ളത് ഹിന്ദു ഐക്യവേദിയുടെയും ഹിന്ദു സംഘടനകളുടെയും ക്ഷേത്രവിശ്വാസികളുടെ ആവശ്യം മുൻകൈ എടുത്തുകൊണ്ട് ഹിന്ദു ഐക്യവേദി ഈ കാര്യം മുന്നോട്ട് വെക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ദേവസ്വത്തിന്റെയും അവകാശം ഉന്നയിക്കുന്നവരുടെയും ഭാഗം കേട്ട് 3 മാസത്തിനകം പട്ടയ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കണമെന്നാണ് ചട്ടം. എന്നാൽ ഇക്കാര്യങ്ങൾ ഒന്നും പരിഗണിക്കാതെയാണ് ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ ക്ഷേത്രഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു നൽകുന്നത് എന്നാണ് ആരോപണം. അതേസമയം സംഭവത്തിൽ പരാതിയുമായി മുന്നോട്ടു പോകാനാണ് ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനം. ജനം, കണ്ണൂർ. കോടനാട്ടെ ചികിത്സയിലിരിക്കുന്ന കാട്ടാനയുടെ ശ്വാസോച്ഛ്വാസം മസ്തകത്തിലെ മുറിവിലൂടെയെന്ന് ഡോക്ടർമാർ. പൂർണ്ണമായും മയക്കം വിട്ട ആന പക്ഷേ ഇപ്പോഴും ക്ഷീണിതനാണ്. മുറിവ് തുമ്പിക്കൈയിലേക്ക് വ്യാപിച്ചതും അണുബാധ സാധ്യതയും ആശങ്കയ്ക്കിടയാക്കുന്നുവെന്നും ഡോക്ടർമാരുടെ സംഘം വിലയിരുത്തി. അഭയാരണ്യത്തിൽ കഴിയുന്ന കാട്ടാനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക തുടരുകയാണ്. ആന ശ്വാസം പുറത്തുവിടുന്നത് മസ്തകത്തിലെ മുറിവിലൂടെയാണ്. മുറിവിലെ പഴുപ്പ് തുമ്പിക്കൈയിലേക്കും വ്യാപിച്ചു. അണുബാധ സാധ്യതയും കൂടുതലാണെന്നാണ് ഡോക്ടർമാരടങ്ങുന്ന സംഘം വ്യക്തമാക്കുന്നത്. അസ്വസ്ഥത മൂലം ആന മുറിവിൽ മണ്ണുവാരിയിടുന്നുണ്ട്. വെറ്ററിനറി സംഘം മുഴുവൻ സമയവും ആനയ്ക്കൊപ്പമുണ്ട്. അതേസമയം 2 മാസത്തെ ചികിത്സ വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാരുടെ സംഘത്തിന്റെ വിലയിരുത്തൽ. തീറ്റ എടുക്കുന്നുണ്ടെങ്കിലും ആന സ്വാഭാവിക ജീവിതത്തിലേക്ക് എത്താൻ 30% സാധ്യതയാണെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം കൊമ്പന്റെ ചികിത്സാ മേൽനോട്ടത്തിനായി വിദഗ്ധരുടെ പാനൽ തയ്യാറാക്കും. ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക പാനലും ചികിത്സാ പദ്ധതിയും തയ്യാറാക്കുന്നത്. ഇന്നലെ രാവിലെയാണ് മയക്കുവെടി വെച്ച് അതിരപ്പള്ളിയിൽ നിന്നും കോടനാട് ആനയെ എത്തിച്ചത്. വെറ്ററിനറി ഡോക്ടർമാരുടെ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് നിലവിൽ ആന. പ്രാഥമിക ചികിത്സ ഇന്നലെ തന്നെ നൽകിയിരുന്നു. ജനം, കൊച്ചി. പത്തനംതിട്ട കോന്നി എലിയറയ്ക്കൽ മില്ലിന് സമീപം പുലി. സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. സമീപ പ്രദേശമായ അരുവാപ്പുലം, പൂവൻപാറ എന്നിവിടങ്ങളിൽ പുലി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചിരുന്നു. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. UAE-യിൽ ഇനി ക്രിക്കറ്റ് മാമാങ്കത്തിന്റെ നാളുകൾ. ICC ചാമ്പ്യൻസ് ട്രോഫി 2025 ആദ്യ പോരാട്ടത്തിനായി ഇന്ത്യ ഇന്നിറങ്ങും. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് എതിരാളികൾ. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് ഷീൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ക്രിക്കറ്റ് ആവേശത്തിലേക്ക് UAE കടക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫി 2025 ആദ്യ മത്സരത്തിനായി ഇന്ത്യ ഇന്നിറങ്ങും. പ്രാദേശിക സമയം 1 മണിക്കാണ് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുക. ഇന്ത്യൻ സമയം 2:30-ക്കാണ്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇനി ആരാധകരും ടീമും എത്തിയാൽ മതി. ശക്തരായ എതിരാളികളല്ലെങ്കിലും ബംഗ്ലാദേശിനെ കരുതലോടെ നേരിടാനാവും ഇന്ത്യയുടെ ശ്രമം. എല്ലാവരും കാത്തിരിക്കുന്ന ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം ഈ മാസം 23-നാണ്. ടിക്കറ്റുകൾ വിൽപ്പനയ്ക്കെത്തി മിനിറ്റുകൾക്കാണ് വിറ്റ് തീർന്നത്. ഇന്ത്യൻ ആരാധകർ തന്നെയാണ് ടിക്കറ്റുകൾ കൂടുതലായി വാങ്ങിയത്. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇന്ത്യക്ക് ഒരു ഹോം ഗ്രൗണ്ടായി മാറുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
40 ലക്ഷത്തോളം പ്രവാസി ഇന്ത്യക്കാരുള്ള ഒരു രാജ്യത്ത് കളി നടക്കുമ്പോൾ ഇങ്ങോട്ട് നിരവധിയായ ക്രിക്കറ്റ് ആരാധകർ, അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ ഗ്രൂപ്പ് എയിലെ അവസാന മത്സരം മാർച്ച് 2 ന്യൂസിലാൻഡിനെതിരെയാണ്. അതോടെ ഗ്രൂപ്പ് മത്സരങ്ങൾ അവസാനിക്കും. ദുബായിൽ ഇന്ത്യയുടെ 3 മത്സരങ്ങളും, അതായത് പാകിസ്ഥാൻ ഇന്ത്യ കളിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലേക്ക് മാറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് എയിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. ഇതോടൊപ്പം ആദ്യത്തെ സെമിയും ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. അതിനുശേഷം ഇന്ത്യ ഫൈനലിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി 2025 ഫൈനലും ദുബായിലായിരിക്കും അരങ്ങേറുക. ക്രിക്കറ്റിനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന പ്രവാസി ഇന്ത്യക്കാർ ടിക്കറ്റുകൾ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. അവർ കളികൾ നടക്കുന്ന ഓരോ ദിവസങ്ങളിലും സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തും. നിറഞ്ഞു കവിയുന്ന ഗ്രൗണ്ടിൽ ഇന്ത്യൻ ആരാധകർക്ക് മുന്നിൽ ഇന്ത്യ തന്നെ കപ്പുയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും. അതുതന്നെ സംഭവിക്കട്ടെ. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.